കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ പാലക്കാട് മണ്ഡലം എല്ലായ്പ്പോഴും ഒരു അഗ്നിപരീക്ഷയാണ്. എന്നാൽ ഇത്തവണ ഏപ്രിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അതിന്റെ ഗ്ലാമർ പരിവേഷം കൊണ്ടും വാശിയേറിയ വാക്പോരുകൾ കൊണ്ടുമാണ്. കോൺഗ്രസ് തങ്ങളുടെ തുറുപ്പുചീട്ടായി ഇറക്കിയ രമേശ് പിഷാരടി എന്ന ജനപ്രിയ കലാകാരൻ വെറും ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരിയായി കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ബന്ധപ്പെടുത്തി ഉണ്ടായ വിവാദങ്ങൾ. മിമിക്രി വേദികളിലൂടെ വന്ന ടെലിവിഷൻ സ്ക്രീനിലും വെള്ളിത്തിരയിലും സംവിധാന രംഗത്തും തന്റെ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് രമേശ് പിഷാരടി. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം നർമ്മബോധവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ UDFന്റെ താരപ്രചാരണകനായി കേരളത്തിലുടനീളം ഓടി നടന്ന പിഷാരടി ഇത്തവണ നേരിട്ട് പോരാട്ടത്തിനിറങ്ങുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ്. പാലക്കാട് മണ്ഡലത്തിൽ BJPയും LDFും ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളിയെ നേരിടാൻ പിഷാരടിയുടെ ജനപ്രീതിക്ക് കഴിയുമെന്ന് UDF വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം വോട്ടായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യമാണ് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത്. മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തായ പിഷാരടി അദ്ദേഹത്തെ പാലക്കാട് പ്രചാരണത്തിന് കൊണ്ടുവരുമോ എന്നതായിരുന്നു ചോദ്യം. ഇതിന് പിഷാരടി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ആരെയും നിർബന്ധിക്കില്ല, എന്നാൽ ഞാൻ വിജയിച്ചാൽ മമ്മൂട്ടിയെ പാലക്കാട് എത്തിക്കാൻ ശ്രമിക്കും. മുൻപ് ഈ മണ്ഡലത്തിലെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ ഒരു അവാർഡ് ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മണ്ഡലത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഇല്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ ചർച്ചകൾ നടന്നു. രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ പരിഹാസ രൂപേണയാണ് സ്വീകരിച്ചത്. പിഷാരടിയുടെ പ്രസ്താവനയെ ട്രോളുകളിലൂടെ നേരിടാനാണ് ഇടതു വലത് സൈബർ പോരാളികൾ ശ്രമിച്ചത്. പാലക്കാട്ടുകാർക്ക് വേണ്ടത് വികസനമാണോ അതോ മമ്മൂട്ടിയെ കാണാനാണോ എന്നതായിരുന്നു പ്രധാന പരിഹാസം. രാഷ്ട്രീയ പക്വതയില്ലാത്ത പ്രസ്താവനയാണിതെന്ന് പലരും കുറ്റപ്പെടുത്തി. പ്രമുഖ എഴുത്തുകാരി ശാരദാ കുട്ടിയും ഈ വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തി. രാഷ്ട്രീയ പോരാട്ടങ്ങളെ സിനിമാ ഗ്ലാമർ കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്യേണ്ടത് ജനകീയ പ്രശ്നങ്ങളാണെന്നും അല്ലാതെ താരങ്ങളുടെ വരവല്ലെന്നും വിമർശകർ വാദിച്ചു. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ വളരെ പക്വതയോടെയാണ് പിഷാരടി നേരിട്ടത്. തന്നെപ്പറ്റി വ്യക്തിപരമായോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ മറ്റു കുറ്റങ്ങൾ പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് ഷാഫി പറമ്പിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അത്തരമൊരു വേദിയിൽ മമ്മൂട്ടിയെ പോലൊരു വലിയ വ്യക്തിത്വം വരുന്നത് നാടിന് അഭിമാനമാണ്. അത് തന്നെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും പിഷാരടി വ്യക്തമാക്കി. താൻ പറഞ്ഞ നല്ല കാര്യങ്ങളെ ഒഴിവാക്കി വിവാദമാക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രചാരണത്തിനിടയിൽ സർക്കാർ പോലും മമ്മൂട്ടി വരുമോ എന്ന ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ സ്നേഹമാണ്. അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയുമായി വളരെ അടുത്ത ആത്മബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് രമേശ് പിഷാരടി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം ആദ്യം വിളിച്ചതും അനുഗ്രഹം വാങ്ങിയതും മമ്മൂട്ടിയിൽ നിന്നായിരുന്നു. തന്റെ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങളിലും മമ്മൂട്ടിയുടെ ഉപദേശങ്ങൾ തേടാറുണ്ടെന്നും പിഷാരടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ബന്ധത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു സുഹൃത്തെന്ന നിലയിലുള്ള ബഹുമാനം മാത്രമാണ് അതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാലക്കാട് മണ്ഡലം ഒരു രാഷ്ട്രീയ ലബോറട്ടറിയാണ്. പാലക്കാട് നഗരം ഭരിക്കുന്ന BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ശോഭ. അവരുടെ സംഘടനാശേഷിയും പ്രസംഗ ശൈലിയും വലിയ വെല്ലുവിളിയാണ്. NMR റസാഖ് LDF സ്വതന്ത്രൻ ന്യൂനപക്ഷ വോട്ടുകളിലും നിഷ്പക്ഷ വോട്ടുകളും കണ്ണുവെച്ചുള്ള ഇടത് നീക്കമാണിത്. ഈ രണ്ട് ശക്തമായ ധ്രുവങ്ങൾക്കിടയിലാണ് പിഷാരടി തന്റെ പാത വെട്ടിത്തെളിക്കേണ്ടത്. MLA റസാഖ് LDF സ്വതന്ത്രൻ ന്യൂനപക്ഷ വോട്ടുകളിലും നിഷ്പക്ഷ വോട്ടുകളിലും കണ്ണുവെച്ചുള്ള ഇടത് നീക്കമാണിത്. ഈ രണ്ട് ശക്തമായ ധ്രുവങ്ങൾക്കിടയിലാണ് പിഷാരടി തന്റെ പാത വെട്ടിത്തെളിക്കേണ്ടത്. മമ്മൂട്ടി വിവാദം ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് VD സതീശൻ ഉന്നയിച്ച ഡീൽ ആരോപണങ്ങൾ രാഷ്ട്രീയ കാലാവസ്ഥയെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നു. മമ്മൂട്ടിയെ കൊണ്ടുവരുമോ എന്ന വിവാദത്തിനപ്പുറം പാലക്കാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ പിഷാരടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ തകർച്ച, തൊഴിലില്ലായ്മ, നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് UDF വോട്ട് ചോദിക്കുന്നത്. മുൻപ് ഷാഫി പറമ്പിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനവും പിഷാരടി നൽകുന്നു. സിനിമാ സുഹൃത്തുക്കളെ പ്രചാരണത്തിനിറക്കി അവരെ സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന അദ്ദേഹത്തിന്റെ തീരുമാനം രാഷ്ട്രീയ വൃന്ദങ്ങളിൽ വലിയ കയ്യടി നേടിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെയാണ് കാണിക്കുന്നത്. രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം പാലക്കാട് തിരഞ്ഞെടുപ്പിനെ കൂടുതൽ ആകർഷകമാക്കിയിട്ടുമുണ്ട്. മമ്മൂട്ടി വിവാദം സോഷ്യൽ മീഡിയയിൽ വലിയ ഓളം ഉണ്ടാക്കിയെങ്കിലും അന്തിമമായി വോട്ടർമാരെ പരിഗണിക്കുക സ്ഥാനാർത്ഥിയുടെ നിലപാടുകളും മണ്ഡലത്തോടുള്ള പ്രതിബദ്ധതയുമായിരിക്കും. ട്രോളുകളെ നർമ്മം കൊണ്ട് നേരിടുന്ന പിഷാരടിയുടെ ശൈലി അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. പാലക്കാട്ടെ വോട്ടർമാർ കലാകാരനായ പിഷാരടിയെ അംഗീകരിക്കുമോ അതോ രാഷ്ട്രീയക്കാരനായ പിഷാരടിയെ തിരസ്കരിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും മമ്മൂട്ടി വരുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരിയായി പാലക്കാട് പിടിക്കാൻ പിഷാരടി നടത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്.